എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസം 25 വരെ അതായത് കോളേജുകളിൽ പ്രവേശനത്തിന് പോവാം. യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുടെ രണ്ടാം അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. മുഖ്യഘട്ടത്തിലെല്ലാം അത് +1 ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഓർമ്മ വെച്ച് പറയാൻ തുടങ്ങിയതാണ്, അപ്പം നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിറ്റി ഫീ. ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പുതിയ കോളേജിലേക്ക് പ്രവേശനം, അതായത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ പുതുതായി കോളേജ് ലഭിച്ചാൽ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെൻറ്റിൽ ഫീസ് ലഭിക്കുകയും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുകയും ചെയ്തൊരു വിദ്യാർത്ഥിക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എന്നാൽ ഒന്നാം അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിലും പ്രവേശനം ലഭിച്ചില്ല, രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് പ്രവേശനം ലഭിച്ചതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. ജനറൽ കാറ്റഗറിക്ക് 1575 രൂപ, 1575 രൂപയാണ് ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി അടയ്ക്കേണ്ടത്. SC/ST കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി 50 രൂപയും, SC/ST കാറ്റഗറിയിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി 50 രൂപയുമാണ് യൂണിവേഴ്സിറ്റി ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ഇനി കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നോക്കാം. നിങ്ങൾ ഇപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നു, പെർമനൻറ്റ് അഡ്മിഷനോ നിങ്ങൾ ടെമ്പററി അഡ്മിഷനോ എടുത്തിട്ടുണ്ടാകാം കോളേജുകളിൽ. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്ക് വീണ്ടും ടെമ്പററി ആയിട്ട് മറ്റൊരു കോളേജാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് കോളേജുകളുമായി ബന്ധപ്പെടുകയും ടെമ്പററി അഡ്മിഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ വന്നു, അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ട് എടുത്തു. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് കിട്ടി, അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ട് എടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾ എങ്ങനെയും പോയിട്ടാണെങ്കിലും പോയില്ലെങ്കിലും, പോകാതെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതെങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ അഡ്മിഷൻ കൺഫേംഡ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞ് അവിടെ കാണണം. അങ്ങനെ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ, അതായത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല, രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും സ്ഥിര പ്രവേശനം നേടണം. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം, ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും. ഇനി ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ്, നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പരമാവധി 20 ഓപ്ഷൻ വരെയാണ് കൊടുക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് 20 ഓപ്ഷൻ കൊടുത്തു, അഞ്ചാമത്തെയാണ് നിങ്ങൾക്ക് കിട്ടിയത്,
നിങ്ങൾക്ക് കിട്ടിയതെന്ന് വെച്ചോ. 5ാമത്തെ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 6 മുതൽ 20 വരെയുള്ള 6 മുതൽ 20 വരെയുള്ള 6 മുതൽ 20 വരെയുള്ള 6 മുതൽ 20 വരെയുള്ള എല്ലാ ഓപ്ഷനുകളും ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും. 6 മുതൽ 20 വരെയുള്ള എല്ലാ ഓപ്ഷനുകളും ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും. പിന്നെയുള്ളത് ഇപ്പോൾ ലഭിച്ച 5ാമത്തെ ഓപ്ഷനും തുടർന്ന് 4, 3, 2, 1 ഓപ്ഷനുകളുമാണ് തുടർന്നുള്ളത്. ഇത്ര ഓപ്ഷനുകളാണ് നിങ്ങളിലുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തനാണ്. നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ മതി. ഇനി എനിക്ക് 4, 3, 2, 1 ഉള്ള ഓപ്ഷനുകൾ വേണ്ട. അങ്ങനെയെങ്കിൽ യു ഹാവ് ടു ജോയിൻ ഇൻ പെർമനൻ്റ് അഡ്മിഷൻ ഇൻ കോളേജ്. പെർമനൻ്റ്, അത് കോളേജിൽ സ്ഥിര നിയമനം നേടണം. ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. അതുമാത്രമല്ല, ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളയുകയും വേണം. എന്നാൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കൂട്ടർ വിദ്യാർത്ഥികളുണ്ട്, ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരിക്കാം. ഇഷ്ടമില്ലാത്ത കോളേജ്, അതിപ്പം നിങ്ങൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരിക്കാം, ഇഷ്ടമില്ലാത്ത കോഴ്സ് ആയിരിക്കാം. നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ഹയർ ഓപ്ഷൻ നിലനിർത്തുകയും വേണം, 3rd അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാൻ വേണ്ടി. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നൊരു മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് ഫോർ വാച്ചിങ്.